എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഇലക്ട്രോണിക്സ് അറിയുന്നവർക്കും അല്ലെങ്കിൽ ഇലക്ട്രോണിക്സിനോട് താല്പര്യമുള്ളവർക്കും അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അറിയാത്തവർക്കും ഒക്കെ ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ നമുക്ക് ചെറിയൊരു വരുമാന മാർഗം ഉണ്ടാക്കാൻ പറ്റിയ ഒരു കാര്യത്തെക്കുറിച്ചാണ്. അതായത് LED ഇൻവെർട്ടർ ബൾബ് മേക്കിങ്ങിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ LED ബൾബ് നിർമ്മാണം എന്ന് പറയുന്നത് പല ആളുകളും ചെയ്യുന്നുണ്ട്. അവിടെ നമുക്ക് ലാഭം എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അതേസമയം ഇൻവെർട്ടർ ബൾബുകൾ അല്ലെങ്കിൽ നമ്മളതിനെ എമർജൻസി ബൾബുകൾ എന്ന് പറയും, അല്ലെങ്കിൽ AC DC ബൾബ് എന്നൊക്കെ പറയും. അപ്പോൾ ഇത്തരം ബൾബുകൾക്ക് മാർക്കറ്റിൽ ഭയങ്കര വിലയാണ്. അപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ നമുക്കതിൽ കുറച്ച് കൂടുതൽ ലാഭമുണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഈ ബൾബ് ഇൻവെർട്ടർ ബൾബ് എങ്ങനെയാണ് ഉണ്ടാക്കുക? ഇത് ഉണ്ടാക്കണമെങ്കിൽ ഇലക്ട്രോണിക്സിനെ കുറിച്ച് വളരെയധികം അറിവ് ഉണ്ടാവേണ്ട കാര്യമൊന്നുമില്ല. 2 പോയിൻ്റ് സോൾഡർ ചെയ്യാനുണ്ട്. അപ്പോൾ ഒരു സോൾഡറിങ് ആണ് നമ്മുടെ കയ്യിൽ വേണം. ആ സോൾഡർ ചെയ്യാൻ ഇനിയിപ്പോൾ വലിയൊരു പരിചയമില്ലെങ്കിലും നമുക്ക് 2 പോയിൻ്റ് സോൾഡർ ചെയ്യാൻ അത്ര വലിയൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഒരു സോൾഡറിങ് അയൺ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബൾബ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. വളരെ ചെറിയൊരു സമയം മാത്രമേ ആവശ്യമുള്ളൂ. നമുക്ക് ഈസി ആയിട്ട് ചെറിയൊരു വരുമാനം ഉണ്ടാക്കുകയും ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. എൻ്റെ നമ്പർ ഞാൻ കൊടുക്കാം. ആ നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവും ഏറ്റവും ബെറ്റർ. അപ്പോൾ വൈകുന്നേര സമയങ്ങളിൽ എനിക്കതിന് റീപ്ലൈ തരാൻ പറ്റും. ഓക്കെ, അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണണം എന്ന് ഞാൻ പറയാനുള്ള കാരണം പല ആളുകളും വീഡിയോ മുഴുവനായിട്ട് കാണാതെ പല സംശയങ്ങളും ചോദിക്കാറുണ്ട്. ഇനി ഞാൻ ഈ ബൾബ് നമുക്ക് കാണാം. ഇതാണ് നമ്മുടെ ഇൻവെർട്ടർ ബൾബ്, കണ്ടില്ലേ? അപ്പോൾ ഈ ബൾബിന് ശരിക്കും കടകളിൽ 250 രൂപ, 200 രൂപ, 300 രൂപ അങ്ങനെയൊക്കെ വിലയുണ്ട്. അത് 2 ടൈപ്പ് ഉണ്ട്. DOB ടൈപ്പ് ഉണ്ട്, ഡ്രൈവർ ടൈപ്പ് ഉണ്ട്. ഡ്രൈവർ ടൈപ്പ് ബൾബ് ആകുമ്പോൾ അതിന് 450, 500 രൂപയൊക്കെ ആ റേഞ്ചിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ടൈപ്പാണ്. ഇത് DOB ടൈപ്പാണ്. കണ്ടാണ് നമ്മുടെ ഇൻവെർട്ടർ ബൾബ്, കണ്ടില്ലേ? നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ബൾബാണ്. ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത് നമുക്ക് കറണ്ട് പോയി കഴിഞ്ഞാലും ഒരു 2-3 മണിക്കൂർ നമുക്ക് ഈ ബൾബ് കത്തും എന്നുള്ളതാണ്. അപ്പോൾ ഇതിലൊരു ബാറ്ററി ഉണ്ട്. അതിന് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമുക്ക് വിശദമായിട്ട് നോക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുക, അതിന് മുന്നേ എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ഇൻവെർട്ടർ ബൾബിൻ്റെ ഹൗസിംഗ് എന്ന് പറയുന്ന ഭാഗം, അല്ലെങ്കിൽ അതിൻ്റെ ബോഡി എന്ന് പറയാം. അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഒരു ബോഡി തന്നെയാണിത്. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ക്യാപ്പാണ്, B22 ക്യാപ്പ്. അപ്പോൾ ഈ ഇൻവെർട്ടർ ബൾബിൻ്റെ ക്യാപ്പിനോട് കൂടെ തന്നെ 2 വയറും കൂടി നമുക്ക് സോൾഡർ ചെയ്ത് ലഭിക്കും. അപ്പോൾ അവിടുത്തെ ഒരു സോൾഡിങ് നമുക്ക് ഒഴിവാക്കാം. അതല്ലെങ്കിൽ നമുക്ക് ക്യാപ്പ് മാത്രമായിട്ടും കിട്ടും. ഇതാണ് നമ്മുടെ ഇൻവെർട്ടർ ബൾബിൻ്റെ LED പാനലും ഡ്രൈവറും കൂടി ചേർന്ന ഭാഗം. ഇതിന് നമ്മൾ DOB ടൈപ്പ് LED പാനൽ എന്നാണ് പറയുക. അതായത് നമ്മുടെ ഡ്രൈവർ സർക്യൂട്ട് കൂടി ഇതിൻ്റെ മുകളിൽ തന്നെ ഉണ്ടായിരിക്കും. ഇതിൻ്റെ ഒരു സൈഡിൽ അലുമിനിയം ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ നോക്കും, 2 പോയിൻറ്റ്സ് കാണാം. ഒന്ന് L എന്ന് കാണാം, അതേപോലെ തന്നെ N എന്നും കാണാം. അപ്പോൾ ഈ L-ഉം N-ഉം കാണുന്ന 2 ഭാഗത്താണ് നമുക്ക് സോൾഡർ ചെയ്യേണ്ടി വരിക. നമ്മൾ ആ B22 ക്യാപ്പിൽ നിന്നുള്ള വയറാണ് അവിടെ സോൾഡർ ചെയ്യേണ്ടത്. ഇതതിൻ്റെ ബാറ്ററി കണക്ട് ചെയ്യാനുള്ള പിന്നാണ്. നോക്കൂ, ഇവിടെ നോക്കുമ്പോൾ അറിയാൻ പറ്റും, ആ സോക്കറ്റിൽ ചെറിയ ഒരു എഡ്ജ് മാതിരി കാണാം അല്ലേ? അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നോക്കണം. ആ ബാറ്ററിയുടെ പിന്നിലും ആ ചെറിയൊരു എഡ്ജ് നിൽക്കുന്നത് കാണാം. അപ്പോൾ ആ എഡ്ജ് കറക്റ്റായിട്ട് അതിലേക്ക് ആ സോക്കറ്റിലേക്ക് സ്യൂട്ടാവുന്ന രീതിയിൽ വേണം അത് വെക്കാൻ. ഇതാണ് നമ്മുടെ ബൾബിൻ്റെ ബാറ്ററി. 2200 mAh 3.7 വോൾട്ടിൻ്റെ ബാറ്ററിയാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഡിഫ്യൂസർ. ഇതാണ് നമ്മുടെ ഇൻവെർട്ടർ ബൾബിൻ്റെ ഡിഫ്യൂസർ എന്ന് പറയുന്ന ഭാഗം. ഇനി നമുക്ക് അതിൻ്റെ പാക്കിംഗ് ബോക്സ് ഒന്ന് പരിചയപ്പെടാം. ഇതാണ് ഇൻവെർട്ടർ ബൾബിൻ്റെ പാക്കിംഗ് ബോക്സ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു ഇൻവെർട്ടർ ബൾബാണിത്. ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇലക്ട്രോണിക്സ് അറിയുക അല്ലെങ്കിൽ സോൾഡറിങ് കൃത്യമായിട്ട് പഠിക്കുക അതിനൊന്നും ആവശ്യമില്ല. നമുക്ക് സോൾഡറിങ് അറിയാത്തവർക്കും ജസ്റ്റ് 2 പോയിൻറ്റ്സ് മാത്രമേ സോൾഡർ ചെയ്യാറുള്ളൂ. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു ഇൻവെർട്ടർ ബൾബാണിത്. ഇതിൽ നമുക്ക് ആകെ സോൾഡർ ചെയ്യേണ്ടത് ഈ ഒരു DOB-ൽ മാത്രമേ ഉള്ളൂ. ഇവിടെ 2 പോയിൻറ്റ്സ് ഉണ്ട്. ഈ 2 പോയിൻറ്റ്സിൽ മാത്രമേ നമുക്ക് സോൾഡർ ചെയ്യേണ്ടതുള്ളൂ. ബാക്കി എവിടെ നമുക്ക് സോൾഡർ ചെയ്യേണ്ടതില്ല. അപ്പോൾ നമ്മൾ അത് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഈ ക്യാപ്പ് എന്നുള്ള വയർ നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ കൂടെ എടുക്കുക. ഇതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് ആ വയർ കാണാൻ കഴിയും അല്ലേ?
ഇനി നമ്മൾ നോക്കൂ, ഇവിടെ നമ്മുടെ ബാറ്ററി ഇത് 2200 mAh ബാറ്ററിയാണ്. അപ്പോൾ ഈ ബാറ്ററി നമ്മൾ ഇതിലേക്ക് ഫിക്സ് ചെയ്യണം. അപ്പോൾ ഈ 2 വയർ നമ്മളൊരു സൈഡിലേക്ക് മാറ്റി പിടിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ബാറ്ററി അതിലേക്ക് ഫിക്സ് ചെയ്യുക. ഇപ്പോൾ ബാറ്ററി നോക്കൂ, ബാറ്ററിയുടെ ഈ ഒരു ഭാഗമാണ് നമ്മൾ ഇതിൻ്റെ താഴത്തേക്ക് ഇറക്കി വെക്കേണ്ടത്. അത് കറക്റ്റായിട്ട് ലോക്കാക്കി വെക്കുക. അപ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്യണം. അപ്പോൾ ശ്രദ്ധിക്കണം, ഈ വയർ ഇതിലേക്ക് മാക്സിമം മുകളിലേക്ക് നിൽക്കുന്ന രീതിയിൽ വലിച്ച് പിടിച്ചുകൊണ്ട് നമ്മളത് എന്ത് ചെയ്യുക, പ്രസ് ചെയ്യുക. കണ്ടോ? അപ്പോൾ നമ്മുടെ ബാറ്ററി അതിൽ കറക്റ്റായിട്ടിരുന്നു. ബാറ്ററി അതിലിരുന്നു. ഇനി ബാറ്ററി താഴേക്ക് വീഴൊന്നുമില്ല. ഓക്കെ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ DOBയുടെ ഉള്ളിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യുക, ഈ ബാറ്ററിയുടെ വയറും അതേമാതിരി ലൈനിൽ നിന്നുള്ള ഈ 2 വയറും നമ്മൾ പുറമേക്ക് എടുക്കുക. ഇപ്പോൾ നമ്മൾ വയറൊക്കെ പുറത്തേക്ക് എടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ 2 ഭാഗത്ത്, അതായത് L എന്നും N എന്നും കാണാം, ആ 2 ഭാഗത്തും നമ്മൾ എന്ത് ചെയ്യാം, ഈ 2 വയർ, അതായത് ഈ ക്യാപ്പിൽ നിന്ന് വരുന്ന 2 വയർ നമ്മൾ സോൾഡർ ചെയ്ത് കൊടുക്കുക. അത്രയാണ് ഇതിൽ ചെയ്യാനുള്ളത്. അതിനുശേഷം നമ്മൾ ഈ പിന്ന്, ബാറ്ററിയിൽ നിന്ന് വരുന്ന വയറിൻ്റെ പിന്ന് നമ്മൾ ഈ ഒരു സോക്കറ്റിലേക്ക് കൃത്യമായിട്ട് വെച്ച് കൊടുക്കുക. അതോടുകൂടി നമ്മുടെ ബൾബിൻ്റെ നിർമ്മാണം കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഈ 2 ലീഡ്സ് ഒന്ന് സോൾഡർ ചെയ്യാം. ഓക്കെ. ഓക്കെ. അപ്പോൾ നമ്മൾ ആ 2 വയറും ഇവിടെ കറക്റ്റായിട്ട് സോൾഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ബാറ്ററിയിൽ നിന്ന് വരുന്ന ഈ ഒരു പിന്ന് ഈ സോക്കറ്റിലേക്ക് കൊടുക്കുക. ശ്രദ്ധിക്കണം, ഇതിൻ്റെ മുകളിൽ ഇവിടെ ചെറിയൊരു എഡ്ജ് കാണാം. ഏറ്റവും മുകളിലായിട്ട് ചെറിയൊരു എഡ്ജ് അങ്ങനെ നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഒരു ഭാഗത്ത് കുറച്ച് പൊന്തി നിൽക്കുന്നത് കാണാം. ആ പൊന്തി നിൽക്കുന്ന ഭാഗം നമ്മൾ മുകളിലേക്ക് ആക്കിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് അത് സോക്കറ്റ് കണക്ട് ചെയ്യേണ്ടത്. ഈ സോക്കറ്റിലേക്ക് പിന്ന് വയ്ക്കേണ്ടത്. അപ്പോൾ അത് മുകളിലേക്ക് ആക്കിയിട്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ പിന്ന് കറക്റ്റ് നോക്കിയിട്ട് ഇതിൽ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യാം. ഓക്കെ. ഇനി ബാക്കിയുള്ള ഈ വയറൊക്കെ നമ്മളതിൻ്റെ താഴേക്ക് വലിക്കുക. ഇപ്പോൾ നമ്മുടെ ബൾബിൻ്റെ പണി കഴിഞ്ഞു. നമ്മളിത് കറക്റ്റായിട്ട് ഇവിടെ സ്ക്രൂ, ഇതിൽ നമ്മൾ ഈ 3 ഇതിൽ സ്ക്രൂ ഇട്ട് ഉറപ്പിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ചെറിയൊരു ലോക്ക് ഉണ്ട്. ആ ലോക്കിൽ നമ്മൾ പ്രസ് ചെയ്യാം. ഓക്കെ. അപ്പം നമ്മുടെ ബൾബിൻ്റെ നിർമ്മാണം പൂർത്തിയായി. നമുക്ക് ടച്ച് ചെയ്ത് നോക്കാം. അതിൻ്റെ ബാക്കിൽ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ ഇത് കത്തുണ്ട് നോക്കാം. വാവ്, ഇത്രയാണ് നമുക്ക് പണിയുള്ളൂ. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ഇൻവെർട്ടർ ബൾബാണ്. ഇനി നമുക്കിതിൻ്റെ ഇവിടെ ഈ ക്യാപ്പ് ഒന്ന് പഞ്ച് ചെയ്യണം, പഞ്ച് മെഷീൻ വെച്ചിട്ട്. ഇതിൻ്റെ ഡിഫ്യൂസർ കൂടി വെച്ച് കഴിഞ്ഞാൽ ബൾബിൻ്റെ വർക്കിംഗ് കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഈ ക്യാപ്പ് ഇതിലേക്ക് കറക്റ്റായിട്ട് പഞ്ച് ചെയ്യാണ്. അതിന് നമ്മൾ പഞ്ചിങ് മെഷീൻ ഉണ്ട്. പഞ്ചിങ് മെഷീനിൽ വെച്ചിട്ട് കറക്റ്റായിട്ടൊന്ന് പഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ബൾബിൻ്റെ ഇവിടുത്തെ കറക്റ്റ് പഞ്ചിങ് ആയിട്ടുണ്ട്. ഇനി ബൾബ് പോരൊന്നുമില്ല. ഓക്കെ. ഇപ്പോൾ നമ്മുടെ ബൾബിൻ്റെ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഡിഫ്യൂസർ കൂടി ഒന്ന് ഇട്ട് നോക്കാം. ഡിഫ്യൂസർ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പ്രസ് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇൻവെർട്ടർ ബൾബ് വർക്ക് കഴിഞ്ഞു. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു ബൾബാണ്.
ഇതിന് താരതമ്യേന വിലയും വളരെ കുറവാണ്. നമ്മൾ ഡ്രൈവർ ടൈപ്പിനേക്കാളും വില വളരെ കുറവാണ് ഈ ബൾബിന്. ഇപ്പോൾ ഡ്രൈവർ ടൈപ്പ് ഒക്കെ ആകുമ്പോൾ അതിന് 450-500 രൂപയ്ക്കാണ് ഇങ്ങനത്തെ ഒരു ബൾബിന് വരിക. ഇത്തരം ബൾബുകൾ നമുക്ക് 200 മുതൽ 250 രൂപ വിലയ്ക്കൊക്കെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇൻവെർട്ടർ ബൾബ് ഉണ്ടാക്കുന്ന വിധവും അതുപോലെ തന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് വിശദമായി മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.